ഇപ്പം MDMA പോലുള്ള ലഹരിക്ക് എതിരാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഹരിക്കൊക്കെ എതിരാണ് അല്ലെ? അപ്പം ചേച്ചി വർക്ക് ചെയ്യുന്ന ഒരു സിനിമാ സെറ്റിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഞാൻ ലഹരിക്ക് മുഴുവൻ എതിരാന്ന് പറഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങൾ കണ്ടതിന് ശേഷമാണ് പറഞ്ഞത്. അതിന് അടിമയായ കുട്ടികൾ അവരുടെ വീട്ടിൽ എല്ലാ പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പം അതിനടിമയായി കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. സിനിമ ഫീൽഡ് മാത്രമല്ല, പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. സിനിമ ഫീൽഡ് വളരെ റെയർ ആയിട്ടാ. എൻ്റെ കണ്ണിൽ അങ്ങനെ വല്ല ശ്രദ്ധയിൽ എന്തെങ്കിലും പെടുവാണെങ്കിൽ ഞാൻ ആദ്യം അവരോട് അത് പറയും. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ അത് ഞാൻ ഡയറക്ടറുടെയും പ്രൊഡക്ഷനിലും എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്തും. ഇനി എന്നെ അതല്ല അവർ മതി, ഞാൻ വേണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോരും, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇത് വിളിച്ച് പോലീസ് അറിയിക്കാനും കംപ്ലൈന്റ് ചെയ്യാനും ഞാൻ നിൽക്കില്ല. ആദ്യം ശ്രദ്ധപ്പെടുത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അവർക്ക് അത് വേണമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകും. ഞാൻ അതിനകത്ത് എന്ത് പറയാനാ? വേറെ എന്റെ കൺമുമ്പിൽ വെച്ചല്ലായിരിക്കുമല്ലോ അവര് കഴിക്കുന്നതും ഇതാക്കണതൊക്കെ. എന്നെ കാണിച്ചിട്ടാണോ ഇതൊന്നും ചെയ്യണേ? അറിയുകയാണെങ്കിൽ നമ്മള് ശ്രദ്ധപ്പെടുത്തും. ഡയറക്ടറോട് ആരോട് ശ്രദ്ധപ്പെടുത്തും. പിന്നെ ഇന്ന് വരെ ലൊക്കേഷനിൽ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള എന്റെ മുമ്പിലിരുന്ന് ഇങ്ങനെയൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഇതൊക്കെ ചെയ്യണവരുണ്ട്. കൂടുതൽ ചെയ്ത് അമിതമാകുമ്പോഴാണ് എല്ലാത്തിനും അമിതം ആപത്തെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കുറച്ച് ആരാ കഴിക്കാത്തത്? ഇപ്പൊ ഡ്രിങ്ക്സ് കഴിക്കാത്തത് എല്ലാം മിക്ക പാടത്ത് പണിയെടുക്കുന്നവന് ഞാൻ പറഞ്ഞ ഒരു പൈൻറ്റും കൊണ്ടായിരിക്കും വീട്ടിൽ വന്ന് കുടിക്കണേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന് അത് കുടിച്ചാൽ അവന്റെ ക്ഷീണം മാറുന്ന അവൻ പറയുന്നു. ആ ജോലി ചെയ്യുന്ന ആള് പറയുന്നു. ഏത് ബംഗാളി അവരുടെ കയ്യിൽ വൈകുന്നേരം മുമ്പ് കണ്ടില്ലേ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അത്ര എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അനുസരണോടെ ആൾക്കാർ നിൽക്കണേ? എന്ത് കാര്യമായിട്ട് അവർ നിൽക്കണത്? എത്ര ലേറ്റ് ആയാലും നമ്മളൊരു 1 കിലോ പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് നിന്ന് ക്യൂ നിൽക്കുന്നതാണ് സമ്മതിക്കും. അത് അവരുടെ ഒരു തൃപ്തിയല്ലേ അത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്ത് ഇവർ കൂടുതൽ കുടിക്കാൻ തുടങ്ങും. അതേപോലെ നമ്മൾ സമ്മതിച്ചാൽ 2 ആഴ്ച മിണ്ടാതെ വീട്ടിലിരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല അവരെ കൊണ്ട്. നമ്മളും കൂടുതൽ വേളം ഉണ്ടാക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രസന്റേഷൻ രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്നും. ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഒരു ചായ ഉണ്ടാക്കി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു സ്ത്രീ തന്നെ ഞാനും. രാവിലെ എല്ലാവരും വിട്ട് കഴിയുമ്പോഴായിരിക്കും അദ്ദേഹം എഴുന്നേറ്റ് വരിക. ഒരു എക്സാമ്പിൾ പറയാനാണ്. ചായ കൊടുക്കാൻ നേരത്തെ നമ്മൾ ചായ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി മധുരം കുറഞ്ഞു പോയി. പുള്ളി പറയും, ഇതെന്താണ് മധുരം ഇല്ലാത്ത ചായ? എനിക്ക് എന്തിനാന്ന് വെച്ചാൽ സാധാരണ ഒരു സ്ത്രീ പെട്ടെന്നുള്ള ചൂടിൽ എന്ത് പറയും? എനിക്ക് ഇങ്ങനെയൊക്കെ തരാൻ പറ്റുമോ? അല്ലെങ്കിൽ വേണേ പോയി എടുത്തിട്ട് വിളിച്ചോളാം, ഞാൻ രാവിലെ മുതൽ ഈ ജോലി ചെയ്യുന്ന, എന്റെ കുട്ടിയെ നോക്കണം, എന്റെ നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛനെ, അങ്ങനെയല്ലേ പറയൂ. നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പോയി ഷുഗർ എടുത്തിട്ട് ഒന്നുമില്ല, ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രയും ജോലി ഞാൻ ചെയ്തതിന്റെ ഇടയ്ക്ക് ഒറ്റയ്ക്കല്ലേ, ഞാൻ അറിയാതെ ഇച്ചിരി കുറഞ്ഞു പോയത്, ഇപ്പൊ എടുത്തോണ്ടിരാട്ടോ എന്ന് പറയുമ്പോ അദ്ദേഹം എന്ത് പറയുന്നറിയോ? കുഴപ്പമില്ല, ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇല്ലെന്നേ, ഞാൻ ഇത് കുടിച്ചോളാം, നിങ്ങൾക്ക് വേറെ തന്നാ പോയോ? ഞാൻ അങ്ങനെ പറയാ. എന്റെ രീതി അതാ, ഞാൻ കുടിച്ചോളാം, ഞാൻ വേറെ എടുത്തോണ്ടിരാന്ന് പറയുമ്പോ അവിടെ തീർന്നു. അത് എന്നിട്ട് വേറെ എടുത്തിട്ട് വരുമോ? ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യും? അതെന്നെ കുടിക്കും, എനിക്ക് ഇന്നത് മതി എന്ന് പറയും. നമ്മുടെ പ്രസന്റേഷൻ വെച്ചാൽ പുള്ളി അതേ കുടിക്കൂ. സാരല്ലടി, ഇത് മതി എന്ന് പറയും. നിങ്ങൾ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോ ആരാണ് ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് അയ്യോ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിക്കണം ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? കഴിച്ചിട്ട് കുറവാ, എന്റെ അറിവിൽ കുറവാ. അയ്യോ നിങ്ങള് പഞ്ചാര വാങ്ങിയില്ലല്ലേ, കടുവ മേടിച്ചില്ലല്ലേ, നിങ്ങൾ എന്ത് ഇത് പറയുന്ന സ്ത്രീകൾ കൂടുതലായി ഇവിടെ. അതേസമയം അദ്ദേഹത്തെ ഒന്ന് അയ്യോ ലേറ്റ് ആയല്ലേ, തിരക്കുണ്ടായിരുന്നല്ലേ, സീറ്റ് കിട്ടിയോ ബസ്സിലിരിക്കാൻ ചോദിക്കുന്ന ആരെങ്കിലും ഭാര്യമാര് ഇപ്പൊ ഉണ്ടോ? കുറവായിരിക്കും. അതാ പറഞ്ഞ ആ പ്രസന്റേഷൻ രീതി. ആ ചായ അദ്ദേഹം കുടിച്ചിരിക്കും, നാളെ ശരിയാക്കാട്ടോ. അല്ലാതെ പിന്നെ എനിക്ക് ഇത് നോക്കണം അത് നോക്കണം, നിങ്ങൾ വേറെ പണിയില്ല, എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ തട്ടിക്കേറേണ്ട കാര്യമില്ല. അതല്ല അപ്പൊ പറയും പുരുഷന്മാർ, അതല്ല ഞാൻ പറഞ്ഞ സ്നേഹമാണത്. നിങ്ങൾ സ്നേഹം കൊടുത്തു നോക്കി, അദ്ദേഹം സ്നേഹം തിരിച്ചു വന്നു. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെയായിരിക്കും തീർക്കുന്നത്. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ ചിലരിങ്ങനെ അഭിനയിക്കാൻ നോക്കും. അപ്പൊ അവരുടെ ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ഉള്ളില് വെച്ച് ഒതുക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ അത്രയും പീക്കിലേക്ക് പോകാൻ സമ്മതിക്കരുത്. തുടക്കത്തിലേ നമ്മൾ നോക്കണം. തുടക്കത്തിലേ നമ്മൾ കുറച്ചായിട്ട് തന്നെ വരും. നമ്മള് സ്നേഹം തന്നെ വരും. കിച്ചണില് തന്നെ വന്ന് സവാള നോക്കി ഇതാക്കി തരും, തന്നെ വെളുത്തുള്ളി തോന്നി. എന്തുകൊണ്ട്? നമ്മുടെ ആ സ്നേഹത്തിന്റെ പുറത്താണ് അതൊക്കെ വരുന്നത്. മനസ്സിലായോ? തന്നെ വന്നോളും. നമ്മൾ വിളിക്കുമ്പോ വാന്നേന്ന് പറഞ്ഞാൽ വരും. ഭർത്താവാണ്. അനുപേട്ടൻ വരാറുണ്ടോ? അനുപേട്ടൻ വിളിച്ചാൽ വരുമൊക്കെ ചെയ്യും. അനുപേട്ടൻ അടുക്കളയിലൊക്കെ വരും, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും വിളിക്കാറില്ല എന്നുള്ളതാ. കാരണം അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. അവര് സിനിമയും കാര്യങ്ങളൊക്കെ. ഞാനാണ് എപ്പോഴും കിച്ചണിലും കാര്യങ്ങളൊക്കെ ചെയ്യലും കൊടുക്കലും ഒക്കെ ഞാനാ. അനുപേട്ടൻ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഇങ്ങനെ തന്നെ. നാളെ കല്യാണം കഴിഞ്ഞാലും നമ്മളൊരു എന്താ പറയാ ഒരു ഇതായിട്ട് നിൽക്കാതെ കുറച്ചൊന്ന്, അതിനാ ഞാൻ പറഞ്ഞേ ഫാമിലി ആവുമ്പോ ഒന്ന് താന്നു കൊടുക്കണം.
ഞാൻ അനുവിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ അതുപോലെ നോക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ ബ്രദർ എല്ലാവരും ഉണ്ട്, എൻ്റെ കുടുംബമാണ്. അവരെ വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവർക്കൊരു വിഷമം തട്ടരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് ഞാൻ. ഈ താഴ്ന്നു കൊടുക്കാന്ന് പറയുമ്പോൾ രണ്ടുപേരും പല സിറ്റുവേഷനിലും അല്ല, അതല്ല താഴ്മ. ഞാൻ അതല്ല ഉദ്ദേശിക്കണേ. ഈ ആൾക്കാർ പറഞ്ഞിട്ട് താഴ്ന്നു ഇപ്പൊ മുകളിലാണ് അത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുവന്നു. ഞാൻ എന്താ ഉദ്ദേശിച്ചത്, സാധാരണ താലി കെട്ടിയാലും മുമ്പിലാണ് നടക്കും, പിന്നിലെ പെണ്ണിറക്കും ഇല്ലേ? അങ്ങനെയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇനി മാറ്റാം. നമുക്ക് പെണ്ണിനെ ആദ്യം നിർത്താം, പുരുഷന്റെ കൈ പിന്നിൽ വലിച്ചു. എങ്ങനെ ഉണ്ടാവും? എന്താ അത് മാറ്റാത്തെ? അത് പണ്ട് തൊട്ടേ അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് താഴ്മയല്ല. സ്നേഹം കൊടുത്താലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ആരെ അഡ്ജസ്റ്റ്മെന്റിന് പറഞ്ഞിട്ടില്ല. ഒരു ജീവിതം അഡ്ജസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ കേൾക്കാവുന്നേ ഉള്ളൂ ഒരു പുരുഷന്റെ മനസ്സ്. അത്രേ ഉള്ളൂ. അദ്ദേഹം ഒന്ന് കരഞ്ഞാൽ മതി, നമ്മൾ കെട്ടിപ്പിടിച്ച് തീരും, അവിടെ ഉരുകും മനസ്സ് എന്നാണ് എൻ്റെ അറിവ്. നമ്മൾ കൂടുതൽ കൂട്ടി വരുന്നവർ ഇവർക്ക് ദേഷ്യം കയറിയാണ് പ്രശ്നങ്ങൾ വരുന്നത്. ചേച്ചി അമ്മ സംഘടനയിലെ ഒരു അംഗമാണ്. അപ്പം ആ അമ്മ സംഘടനയെ പിടിച്ചു കുലുക്കിയ ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി. അപ്പം അതിൽ പലരും കംപ്ലൈന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ തന്നെ പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഈ ഹേമ കമ്മിറ്റിയിലെ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അതിന്റെ കാര്യങ്ങളൊന്നും പഠിക്കാതെ എനിക്കൊന്നും പറയാൻ അറിയില്ല. ഇതിലെന്തൊക്കെ സംഭവിച്ചെന്നൊന്നും ഞങ്ങളോട് ആരോടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അറിവുമില്ല. അമ്മയെ പിടിച്ചു കുലുക്കാന്ന്, അമ്മയ്ക്കൊന്നും അങ്ങനെ ഒരു പിടിച്ചു കുലുക്കൊന്നുമില്ല. അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന കുറേ അതിനകത്ത് ഇപ്പോൾ അഭിനയിച്ച് ഒരുപാട് വയ്യാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് അമ്മ. അമ്മ കൊടുക്കുന്ന കൈനീട്ടം കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ അതിലുണ്ട്. അവരൊക്കെ ആ നിൽക്കുന്നതിൽ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മ എന്ന് പറഞ്ഞ സംഘടന അതുപോലെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഹേമ കമ്മിറ്റിയിൽ എന്താ സംഭവിച്ചത്, ആർക്കൊക്കെ പ്രശ്നം വന്നു, ആരൊക്കെ പിൻവലിച്ചു, ആരൊക്കെ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനോട് യോജിക്കാൻ തയ്യാറല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ തിരുത്തി എല്ലാവരും ഇനിയും മുന്നോട്ട് വരാനും അടുത്ത തലമുറയ്ക്ക് ഈ ഹേമ കമ്മിറ്റി കൊണ്ട് വന്നൊരു ഗുണം, അടുത്ത തലമുറ എന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം, കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കുറച്ചും കൂടെ അവർക്കൊരു സിനിമ ഫീൽഡിൽ കുറച്ചൊരു ധൈര്യത്തോടുകൂടെ സമീപിക്കാൻ പറ്റും എന്നാണ് ഹേമ കമ്മിറ്റിയിൽ നമുക്കുണ്ടായ ഒരു അനുഭവം. അപ്പം സിനിമ എന്നൊരു ഫീൽഡിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. സിനിമയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത് ഈ ആർട്ടിസ്റ്റുകളെ ആയതുകൊണ്ട് കുറച്ചും കൂടി ന്യൂസിലൊക്കെ കുറച്ചും കൂടി വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി വന്നപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് കുറച്ചൊക്കെ ഒരു പേടി വന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോളെ, സിനിമ സംഘടനയിൽ മാത്രമല്ലല്ലോ, എല്ലാ ഫീൽഡിലും ഉണ്ട്. ഡോക്ടേഴ്സ് ഫീൽഡ്, ഇതെല്ലാത്തിലും ഉണ്ട്. ഒരു പെണ്ണും ആണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളില്ലാത്ത ഫീൽഡൊന്നും ഉണ്ടാവില്ല. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ഹേമ കമ്മിറ്റി വന്നുകൂടി അതിലൊരു പേടി വന്നൊന്നല്ല, അതൊക്കെ അടുത്ത തലമുറയിലേക്ക് ഇനി കാര്യങ്ങൾ വരുമ്പോൾ ചോദിക്കാനൊക്കെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ആർക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ സ്ത്രീകൾ തീരുമാനിച്ചാൽ മതി, തെറ്റേത് ശരിയേത് നമ്മൾ തീരുമാനിക്കുക. അതേ ഉള്ളൂ ഇതിന് ഏറ്റവും വലിയ. എന്ത് കമ്മിറ്റിയിൽ എന്ത് വന്നോട്ടെ, നമ്മുടെ തീരുമാനമാണത്. നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അല്ലേ, നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാൻ, ഇപ്പോൾ മോൾ ഇവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും ഒരു ബാഡായിട്ട് വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ തീരുമാനിക്കും വേണോ വേണ്ടേ എന്നുള്ളത്. അതിന് ഏത് കമ്മിറ്റി കൊണ്ടുവന്നാലും എനിക്ക് പക്ഷെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കും. പക്ഷെ അഭിനയിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ആഗ്രഹമായിരിക്കും. പക്ഷെ അവരുടെ ആഗ്രഹത്തെ അവിടെ അടിച്ചമർത്തുമല്ലേ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ആഗ്രഹത്തെ അടിച്ചമർത്ത ഈ ഒരാൾ മാത്രമല്ലല്ലോ, നമുക്ക് എന്തെല്ലാം ഫീൽഡ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഫാഷൻ ഫീൽഡൊക്കെ വളരെ മുന്നിൽ വന്നു. ഫാഷൻ ഷോയൊക്കെ കുഞ്ഞുങ്ങളെ തൊട്ട് നിങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ എത്ര പേര് വരുന്നുണ്ട്. കഴിവുണ്ടോ അവർ സിനിമയിൽ വന്നിരിക്കും, അഭിനയിച്ചിരിക്കും, അവർ നല്ല രീതിയിൽ അഭിനയിച്ച് പോയിരിക്കും. ആർക്കും ആരുടെ അടിമയാവേണ്ട ആവശ്യം ഇന്നില്ല, പണ്ടും ഇല്ല, ഇന്നും ഇല്ല. അതൊക്കെ നമ്മൾ അതിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണ്. അയ്യോ ഇങ്ങനെ പോയാലേ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു പോകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കാണ് കുഴപ്പം വരുന്നത്. അതിന്റെ ആവശ്യമില്ല. എനിക്ക് ജോലി ചെയ്യാൻ അറിയാം, നല്ല സൗന്ദര്യം ഉണ്ടോ, അവര് സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ വലിയ സൗന്ദര്യം ഇല്ലെങ്കിലും സിനിമയിൽ കയറാൻ പറ്റും, അഭിനയിക്കാനും പറ്റും. ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ നേരത്തെക്കാളും കുറച്ചും കൂടെ പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് കൂടുതലുണ്ട് ഏത് സിനിമ ഫീൽഡിൽ. കാരണം എനിക്കിനി എന്ത് സംഭവിച്ചാലും പറയാനും ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അമ്മ എന്നൊരു സംഘടനയുണ്ട്, അതിൽ പരാതിപ്പെടാം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും സിനിമ ഫീൽഡിൽ ഉണ്ടാവാൻ വഴിയില്ല. ഞങ്ങൾ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അമ്മയിലൊരു മെമ്പറാണ് ഞാനും. എനിക്ക് എന്തൊരു പ്രശ്നം വന്ന് എനിക്ക് അമ്മയെ പോയി കംപ്ലൈന്റ് ചെയ്യാം, സിനിമ സംബന്ധമായ എന്തും. വേറൊന്നുമല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. ഒരു വേദിയുണ്ട് നമുക്ക്, അത് അവിടെ തീരുമാനിക്കും തീരണോ വേണ്ടയോ എന്നുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. മോൾക്ക് നല്ല ഭംഗിയുണ്ട്, പോയി അഭിനയിച്ചോ സിനിമയിലൊക്കെ. അല്ല, തമാശ ഒന്നല്ല. ഒരു ഫീൽഡിലും ഒരു ജോലിയിലും നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനമാണ്.
നമ്മൾ ആരും ഫോഴ്സ് ചെയ്യില്ല. ഇങ്ങനെയുള്ള ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നല്ല തൻ്റെ ഇടം വേണം, നമുക്ക് തന്നെ നിൽക്കാനുള്ളൊരു ഇതും വേണം. എന്താന്ന് വെച്ചാൽ എന്താടാന്ന് ചോദിക്കാനുള്ളത് നമുക്ക് വേണം, അത് എവിടെയാണെങ്കിലും. അല്ലാത്തൊരു പുറത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തൊരു ഒരു പണിക്ക് പോരുത്. സുഖമായി വീട്ടിലിരുന്ന് അമ്മയച്ഛനെയൊക്കെ നോക്കി, കുഞ്ഞിനെ നോക്കി, ഭർത്താവിനെ നോക്കി സുഖമായിട്ട് വീട്ടിലിരുന്ന് എന്തെല്ലോ അങ്ങ് ചെയ്യാം. ഓൺലൈൻ വഴി ഡ്രസ്സ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നമുക്ക്, കമ്മല്, ഓർണമെന്റ്സ്, ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. അങ്ങനെ പുറത്തിറങ്ങി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത ജോലി ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നേ. വരുമാനം നമ്മളുണ്ടാക്കി ഭർത്താവിനെ സഹായിക്കണം, കുടുംബത്തെ സഹായിക്കാം നമുക്ക്, ഇല്ലേ? ഒരു സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ കൈ നീട്ടണ്ട, ഞാൻ ഓൺലൈൻ വഴി പൈസ ഉണ്ടാക്കിയതേ കണ്ട ഈ സാരി ഞാൻ വാങ്ങിയതാന്ന് പറയാനുള്ളൊരു നമുക്ക് വേണം. എല്ലാം പുരുഷന്മാരെ തലയിൽ കെട്ടിവെക്കല്ലേ. അവരും ജോലി ചെയ്ത് അവരുടെ, ഞാൻ ചോദിക്കണം, അവർ ജോലിക്കും അവരെത്ര ഓഫീസേഴ്സിൻ്റെ അതിന് ചീത്തയും കേട്ട് ബഹളവും കേട്ടാണ് ഈ ഓടി വരുന്നതെന്നറിയോ? നിങ്ങളെന്താ അതൊന്നും മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് പിടികിട്ടാത്തത്. അവരുടെ വിഷമം കൂടെ നമ്മൾ കാണണം. ഞാൻ എപ്പോഴും പുരുഷൻ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണതല്ല, കാണുന്നത് കൊണ്ട് പറഞ്ഞു പോണതാ. അവരെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചേച്ചിയിൽ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? എന്റെയിലോ? ഞാനല്ലല്ലോ അല്ല, ഞാനല്ലല്ലോ എന്റെ ക്വാളിറ്റി പറയേണ്ടത്, നിങ്ങളല്ലേ പറയുന്നത്. നമുക്ക് സെൽഫായിട്ട് ഓക്കെ എനിക്ക് ഇങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നമ്മളെ തന്നെ സെൽഫായിട്ട് ചെയ്യുമല്ലോ. എനിക്ക് അതിൽ എൻ്റെ ഒരു ക്വാളിറ്റി തോന്നുന്നത്, ഏത് ശത്രുവായാലും എത്ര എന്നെ ചീത്ത പറയോ ബഹളം കൂട്ടോ എന്നെ തല്ലിയിട്ട് പോയാലും ഞാൻ പിന്നെ അവരോട് ക്ഷമിക്കാൻ തയ്യാറുള്ള ക്വാളിറ്റി എനിക്കുണ്ട്. സങ്കടം ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്നെ അതുപോലെ ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യന്റെ കാര്യം അപ്പോ നമുക്ക് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, 34 മരിച്ചു, 30 മരിച്ചു, വ്യായാമം കുഴഞ്ഞു മരിച്ചു. എനിക്ക് എത്ര എന്നെ തല്ലുവോ എന്നെ തെറി പറഞ്ഞിട്ട് പോയാലും എനിക്ക് ക്ഷമിക്കാൻ പറ്റും. അതെൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ പോലും ഞാൻ ക്ഷമിക്കും. മാറി നിന്ന് കറിയുമായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ അയാളോട് ക്ഷമിക്കും. അതെന്റെ ക്വാളിറ്റി ആയിട്ടാണ്, വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വൈരാഗ്യമില്ല, ആരോടും വൈരാഗ്യമില്ല. കാരണം ഒത്തിരി എന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഒത്തിരി നിങ്ങൾ കാണുന്ന ആളെ അല്ല ഞാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് തരണം ചെയ്താൽ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത്. അതെൻ്റെ ഒരു ക്വാളിറ്റിയിലാണെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ഞാൻ മുറുകെ പിടിച്ച് നടക്കുക എനിക്ക് കൂടെ. പക്ഷെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമേ ഉള്ളൂ. എൻ്റെ കൂടെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സഹോദരങ്ങളും സപ്പോർട്ടും, പുരുഷന്മാരായാലും സ്ത്രീകളായാലും എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ആ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കത് മതി. നമ്മളൊരു സിനിമയിൽ വന്നിട്ട് ഒരു പ്രിയങ്ക എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി എന്തായാലും പ്രിയങ്കാന്ന് ഇപ്പം തിരിച്ചറിയും, പ്രിയങ്ക ചേച്ചി എല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ. കാരണം ഞാൻ പറയുന്നത് അവരുടെയൊക്കെ ഓരോ മനസ്സിലുള്ള കാര്യങ്ങളാണ്, അല്ലാണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി പറയണതല്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ സങ്കടവും ദുഃഖവും ഒക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം എല്ലാവരും ചിരിപ്പിക്കാൻ നോക്കുന്ന ആളാണ്. എനിക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, ആരും ദുഃഖിക്കരുത് എന്നുള്ളൊരു മനസ്സ്. അപ്പോൾ എൻ്റെ ക്വാളിറ്റി ഞാൻ കാണുന്നത് ഇത് തന്നെയുള്ളൂ, ക്ഷമിക്കാനുള്ളൊരു കഴിവ്. ചേച്ചി, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വിഷയത്തില് ആ പെൺകുട്ടി നേരത്തെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് ഇപ്പോഴാണ് മീഡിയാസിന് മുന്നിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടോ? മോളെ, ഇപ്പം സമാധാനമായിട്ട് ഞാൻ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ കുറച്ചുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാൻ ഇലക്ഷൻ നിന്നിട്ടുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ പൊതുവായിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ ഇതിനകത്ത് എന്താണ് തെറ്റ് എന്താണ് ശരി എന്നുള്ള നീതിയൊക്കെ വരട്ടെ. കാരണം ഇത് ആര് തെറ്റ് ചെയ്താലും അത് നമ്മൾ എന്തായാലും അതിന് അനുഭവിക്കേണ്ടി വരും, ശിക്ഷ എന്തായാലും അനുഭവിക്കേണ്ടി വരും. അത് തെളിഞ്ഞു വരട്ടെ. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എപ്പോഴും ഞാൻ നിൽക്കുന്ന എന്താ, വേടന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഞാൻ പറയുന്നു. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇതെല്ലാം നമ്മൾ ആദ്യമേ പറയും. ഇതിപ്പോ ഈ സമയത്ത് കൊണ്ടിട്ടിട്ട് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയവൽക്കരണമാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം, മേ ബി, എനിക്കറിയില്ല. പക്ഷേ ഇത് ഇപ്പൊ ചെയ്യുന്നത് വളരെ ഇതായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു വിവാദം? ഇപ്പൊ അതാ രാഹുൽ ഈശ്വര അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു, ഇല്ലേ? എന്താണെന്ന് നമ്മൾ സാധാരണ ജനങ്ങൾ കഴുതകളല്ല, അവർക്ക് നല്ല ബോധവും വിവരവും ഉണ്ട്. ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കിത് തിങ്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അവരത് മനസ്സിലാക്കിക്കോട്ടെ. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒന്നും പറയാൻ താല്പര്യപ്പെടുന്ന ആളല്ല, മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ, ഈ പറയുന്ന വിളിച്ചുകൂവലും ഈ ഓഡിയോയും ഇതും ഒക്കെ സാധാരണ ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അവർക്കത് മനസ്സിലായി തുടങ്ങി. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ചാനൽസ് ഒക്കെ ഉള്ളപ്പോൾ, ഈ ഓൺലൈൻ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ അതാത് സമയത്ത് അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതാണ് കാര്യം ഇതാണ് കാര്യം എന്ന്. ഈ ജനങ്ങൾ തന്നെയല്ലേ ഓരോ വോട്ടും കൊടുക്കണത്, അല്ലെ? ഓരോ ആൾക്കാർ വോട്ട് കൊടുക്കുകയല്ലേ. ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് നോക്കിയിട്ട് അവരുടെ കമന്റ്സ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ, നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ലേ?
ജനം തീരുമാനിക്കട്ടെ. അല്ലാതെ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ വന്നതുകൊണ്ടോ അവരിങ്ങനെ വന്നതുകൊണ്ടോ ജനങ്ങൾ വെറും കഴുതകളല്ല, അവർ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ. ഇപ്പോൾ ഞാൻ പറയുന്നത് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ റോഡുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നാക്കാനുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണേ എന്നുള്ള അപേക്ഷകൾ എനിക്ക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം, അല്ലേ? വോട്ട് ചോദിക്കുമ്പോൾ എന്ത് സ്നേഹം. ഞാൻ വോട്ട് ചോദിക്കാൻ പോയിട്ടുള്ള ആള് തന്നെയാണ്. അതനുസരിച്ച് ജയിച്ചു വരുമ്പോഴും കൂടെ പ്രവർത്തിച്ചാൽ വീണ്ടും വോട്ട് കിട്ടും, ഇല്ലേ? കണ്ടോ, നമ്മുടെ ഈ സ്ഥലത്ത് ഇത്രയൊക്കെ ചെയ്തെന്നാണ് അദ്ദേഹത്തിന് ഇനി വോട്ട് കൊടുക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ പറയും. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? ഒരു കാന പോകുന്നു, ആ കാന നശിച്ച് വളരെ വൃത്തിയായിട്ട് കിടക്കുന്നതിന്റെ സൈഡിലായിരിക്കും പാവപ്പെട്ട കുറേ പേര് കിടന്നുറങ്ങുന്നത്. ആ കാന ഒന്ന് വൃത്തിയാക്കി വലിച്ച് നല്ല വെള്ളമാക്കി കൊടുത്താൽ നാളെ വോട്ട് ചോദിച്ചു വരുമ്പോൾ എന്താ പറയാ, കണ്ടോ അതെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തന്നല്ലോ, ഒരു വോട്ട് അവർക്ക് കൊടുത്തേക്കാം. അത് ചിന്തിച്ചൂടെ? അത്രേ ഉള്ളൂ. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാം, കുറച്ച് ചെയ്താൽ മതി. നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ, അവർക്ക് വലിയ സംഭവം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും, അതായത് അവര് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സാധാരണക്കാർക്ക് അവർക്കത് വലിയ കാര്യമാണ്, അല്ല ഒരിക്കലും അവർ മറക്കില്ല. അല്ലാതെ ചെന്നിട്ട് ഒന്നും ചെയ്യാതെ വന്നിട്ട് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ അവര് മാറ്റി ചിന്തിക്കും. അതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ കുറെ വിവാദങ്ങൾ ഇങ്ങനെയും. ഞാൻ പറയണത് തെറ്റ് ചെയ്തവരെ എന്തായാലും ശിക്ഷിക്കപ്പെടും, അതിനുള്ള സമയം കൊടുക്കുക. അല്ലാതെ ഇതുപോലെ കീറി മുറിച്ചത് കൊണ്ട് നഷ്ടം സങ്കടം ഒക്കെ വരുന്നത് എല്ലാവരും ഫാമിലിക്ക് തന്നെ എന്നുള്ളത് ചിന്തിക്കുക. വേറെ ഒന്നും എനിക്കധികം പറയാനില്ല. ഓക്കെ, ഈ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് മുകേഷ് MLA. അപ്പൊ പുള്ളിക്ക് ഇതൊന്നും ബാധകമല്ലേ? ബാധകമല്ലേന്ന് ചോദിച്ചാൽ അത് അതിൻ്റെതായ നടപടികൾ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്, ഇല്ലേ? എന്തോ അറസ്റ്റ് ചെയ്യൂ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുകേഷ് ചേട്ടന്. അതാ ഞാൻ പറഞ്ഞത്, ഈ കുറ്റം ആര് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെയോ ഉണ്ടെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു തെളിവും അടിസ്ഥാനമൊക്കെ ഇല്ലേ? അത് വരണവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഇതിങ്ങനെ വന്നും പോയി കൊണ്ട് എത്രാമത്തെയായി എന്നാലും ഒരുപാടില്ലേ ഇങ്ങനെ വന്നും പോയി നിൽക്കണത്. അപ്പോൾ വരുമ്പോ അത് കാണാം. അല്ലാതെ രാഷ്ട്രീയമായിട്ട് കൂടുതൽ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനില്ല. അവരുടെ കുറ്റമാണ് ഇവരുടെ കുറ്റമാണ് ഞാൻ എങ്ങനെ പറയും? മുകേഷ് ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ തെളിഞ്ഞു വന്നിട്ടില്ല. തെളിഞ്ഞു വരട്ടെ. അപ്പോ അതിന്റെ ശിക്ഷ എന്തായാലും നമ്മൾ സമയമെടുത്ത് കാണാനേ പറ്റൂ. എന്തെങ്കിലും ഇപ്പം ഒരു കുറ്റം എന്തെങ്കിലും ചെയ്തിട്ട് അത് എന്തായാലും തെളിഞ്ഞു വരും. നിയമത്തിന്റെ വഴിക്ക് വിടുക, നിയമം തിരിച്ചു വരട്ടെ, അപ്പൊ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, ചേച്ചിയുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത് ഒരുപാട് സന്തോഷം. വന്നതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാനിപ്പം എന്തായാലും ഈ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തെറ്റായ ചിന്താഗതിയാണ്. ഞാൻ സ്ത്രീകളുടെ കൂടെ തന്നെയാണ്. കാരണം ആ പുരുഷൻ്റെ അമ്മ ഒരു സ്ത്രീയല്ലേ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ പുരുഷന്മാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് കയ്യടി മേടിക്കുകയല്ല. ഞാൻ യഥാർത്ഥമായ ഒരു സ്ത്രീ, സാധാരണ ഒരു സ്ത്രീയുടെ മനസ്സാണ് ഞാൻ തുറക്കുന്നത്. നിങ്ങൾക്ക് അതിന് സപ്പോർട്ട് ചെയ്യാം, എൻ്റെ കൂടെ നിൽക്കണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്തായാലും എന്നെ ഈ ചാനലിലേക്ക് വിളിച്ച് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ തന്നാൽ നിങ്ങൾക്കാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ചാനലുകളാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം, പറയുന്ന വാക്കുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന് ആൾക്കാരിൽ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം താങ്ക്സ് പറയേണ്ടത് നിങ്ങളെപ്പോലുള്ള ചാനലിലാണ്. അപ്പോൾ ഈ ചാനലിന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.